LDF ചവറ മണ്ഡലം പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ആണ് ജാഥ നയിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായാണ് മണ്ഡലം പ്രചാരണ ജാഥ നടത്തുന്നത്. LDF സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ചവറ നിയമസഭാ മണ്ഡലം പ്രചാരണ ജാഥയ്ക്കാണ് തുടക്കമായത്. LDFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖല ജാഥയ്ക്ക് മുന്നോടിയായാണ് ചവറ മണ്ഡലത്തിലും പ്രചാരണ ജാഥ ആരംഭിച്ചത്. തെക്കുംഭാഗം നടക്കാവിൽ ജാഥയുടെ ഉദ്ഘാടനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ നിർവഹിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണം. സൂക്ഷ്മാർത്ഥത്തിൽ അറിവ് ചർച്ച ചെയ്താൽ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുകയല്ല. ഞാൻ ഇപ്പം ജാഥയുടെ ഉദ്ഘാടനമായതുകൊണ്ട് അതിന്റെ ദീർഘമായ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തു പോവുകയല്ല. പക്ഷെ UDF ഇപ്പം ജാഥ നടത്തുന്നത് ഏതോ പുതുയുഗ യാത്രയാണ് സതീശൻ നടത്തുന്നത്. പുതുയുഗ യാത്ര എന്ന് വെച്ചാൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാനുള്ള യുഗത്തിന്റെ യാത്രയാണ്. അതിന് ഇപ്പം ജാഥ പ്രത്യേകിച്ച് നടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് സതീശൻ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ സതീശന് അറിയാൻ ഇതല്ല. അവർ പറയുന്ന തെറ്റുകൾ അവർക്കറിയാം, പക്ഷെ അവർക്കത് പറയാതെ നിവൃത്തിയില്ല. കേരളത്തിൽ ഈ ഒരുപാട് തെറ്റുകളുടെ ഒരു പെരുവെള്ളപ്പാച്ചിലുണ്ടാക്കി മനുഷ്യനെ അതിൽ മുക്കി ശ്വാസം മുട്ടിച്ച് വോട്ട് നേടാം എന്നൊരു ധാരണ UDFനുണ്ട്. അപ്പൊ അതിനാണ് LDF മനുഷ്യനോട്, നിങ്ങളോട് സത്യം LDF പറയുകയല്ല, നിങ്ങൾ സത്യം അന്വേഷിക്കുക. അതിന് സഹായിക്കുകയാണ് സുജിത് ചെയ്യുന്നത്, അതിന് സഹായിക്കുകയാണ് സ്റ്റേറ്റ് ജാഥ ചെയ്യുന്നത്, അതിന് സഹായിക്കുകയാണ് LDF നേതാക്കന്മാർ ചെയ്യുന്നത്. ഫെബ്രുവരി 8-ന് വടക്കുംതല കൊല്ലക കോളനിക്ക് സമീപമാണ് പ്രചാരണ ജാഥ സമാപിക്കുക. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ആണ് ജാഥ നയിക്കുന്നത്. സർക്കാരിന്റെ പേര് ഇടതുപക്ഷ സർക്കാരാണെന്നുള്ളത് കൂടുതൽ അഭിമാനം നമ്മൾ ഓരോ ഇടതുപക്ഷ പ്രവർത്തകർക്കും ഉണ്ടാകണം. ഇതാണ് നമ്മൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും വീട് എന്നൊരു സങ്കല്പം അത് ഏറ്റവും വലിയ വികസിത രാജ്യമായ അമേരിക്കൻ ഐക്യനാടുകൾ പോലും ഏറ്റെടുക്കുവാൻ തയ്യാറാവാത്തതാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രത്യേകത എന്താണ്? ഒരു മധ്യവർഗ വ്യക്തിത്വങ്ങളാണെങ്കിൽ അവർ ജനിക്കുന്നതും വാടക വീട്ടിൽ, ജീവിക്കുന്നതും വാടക വീട്ടിൽ, മരിക്കുന്നതും വാടക വീട്ടിൽ. ഏതാണ്ട് ഭൂരിപക്ഷം പേരുടെ അവസ്ഥ ഇത് തന്നെയാണ്. സ്വന്തമായിട്ടൊരു വീട് എന്നതൊന്നും അവർ സങ്കല്പിക്കാറേയില്ല. ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. 5 ലക്ഷം പേർക്ക് വീട് നൽകി ഈ സർക്കാർ അവസാനിക്കുമ്പോൾ 5.25 ലക്ഷം പേർക്ക് വീട് നൽകുന്ന ഒരു സംസ്ഥാനമായി മാറും. പിന്നുള്ളവരുടെയും വീട്, പാർപ്പിടം, സ്വന്തമായിട്ട് അടച്ചുറപ്പുള്ളൊരു പാർപ്പിടം എന്നുള്ളൊരു സങ്കല്പത്തിനെ സ്വാഗതം ചെയ്യാണ്. ഈ ചവറ മണ്ഡലത്തിൽ തന്നെ അത്തരത്തിൽ ഈ ഭാഗങ്ങളെല്ലാം കൊണ്ട് 1200ഓളം ലൈഫ് മിഷൻ വഴിയുള്ള വീടുകൾ നൽകിക്കഴിഞ്ഞു. പുനർഗേഹം വഴി പിന്നെയും വീട് നൽകിക്കഴിഞ്ഞു. തെക്കുംഭാഗത്ത് 4-ഉം, തേവലക്കരയിൽ 7-ഉം, ശക്തികുളങ്ങരയിൽ 7-ഉം, നീണ്ടകരയിൽ 5-ഉം, ചവറയിൽ 5-ഉം, പന്മനയിൽ 7 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ.